എനിക്ക് ഇന്നലെ ഭയങ്കര സന്തോഷമായിരുന്നു അയാൾ ചത്തു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ. ഇങ്ങനെ ഒരു വക്കീല് ഈ ലോകത്ത് നമുക്കിവിടെ വേണ്ട. എന്നുവെച്ചാൽ അയാൾക്ക് പണത്തിന്റെ ആർത്തി മാറണില്ല. അയാളെ ശരിക്ക് കത്തിച്ച് കരിച്ച് അങ്ങട് ചാമ്പലാക്കി അങ്ങട് കളയണം. ഒരു പൊടി പോലും ഇവിടെ അവശേഷിക്കരുത്. ഏതൊക്കെ പെണ്ണുങ്ങളെ ഇനി കൊല്ലാനിറക്കാനാ? ഈ ആളൂരാനാണ് ഇവനെ രക്ഷിക്കപ്പം നിൽക്കണ. ഓരോ ചോറ് ഞങ്ങൾക്ക് മേടിച്ച് തിന്നാന്ന് ഓർത്ത് ഞങ്ങൾ വെള്ളിയാഴ്ച മുസ്ലിം പള്ളി പോയി. എന്നെ ഒരുപാട് തെറിയും ചീത്തയൊക്കെ പറഞ്ഞു. അയാൾ ഇവിടെ മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കായിട്ട് പോയതിൽ എനിക്ക് നല്ല സന്തോഷം. ആളൂരാനാണ് ഇപ്പൊ രണ്ടാമത്. ഈ അടുത്ത ഏത് സമയത്തെന്നറിയില്ല, അന്നേ തുടങ്ങിയിട്ടുണ്ട് ആളൂരാൻ. ആളൂരാൻ എൻ്റെ കൊച്ചിനെ കൊന്നിട്ട് അമീർ ഇസ്ലാമിനെ പുറത്തിറക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ആളൂരാനാണെങ്കിൽ ഒരു കോർട്ട് കേസ് വാദിക്കുന്നതിന് 1.5 ലക്ഷം രൂപയാണ് ആളൂരാൻ ചോദിക്കുന്നത്. എന്തായാലും എൻ്റെ കൊച്ചിനെ കൊന്ന കേസ് അവനെ തൂക്കേറ് ഇട്ടിട്ട് എന്നോട് ചോദിക്കാതെ ഇവരെന്തിനാണ് തൂക്കേറ് ഊരിയെന്ന് ഞങ്ങൾക്കറിയണം. അതുപോലെ ഒരു പെങ്കൊച്ച് ഒരു കേസ് കൊടുത്തിട്ട് 4 ലക്ഷമോ 5 ലക്ഷം കണ്ട് ചോദിച്ചു ആ കൊച്ചിനോട്, ഒരു പെങ്കൊച്ചിനോട്. എന്നിട്ട് ആ പെങ്കൊച്ചിനോട് പറഞ്ഞു കുറച്ച് പൈസ കൊടുത്തുള്ളൂ, ബാക്കി പിന്നെ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വേറെ എന്ത് രീതിയിലാണെങ്കിൽ ഞങ്ങളത് സഹകരിക്കുമെന്ന് ഈ ആളൂരാൻ പറഞ്ഞതാണ് ആ പെങ്കൊച്ചിനോട്. വളരെ മോശമായിട്ട് ഇടപഴകുന്ന ഒരു ആളൂരാനാണ് അയാൾ. ഇവിടെ മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കായിട്ട് പോയതിൽ എനിക്ക് നല്ല സന്തോഷം. എനിക്ക് മാത്രമല്ല, ഇവിടെ ഇനി ഈ ജീവിച്ചുകൊണ്ട് കിടക്കുന്ന എല്ലാ അമ്മ പെങ്കൊച്ചുങ്ങൾക്കും പെൺകുട്ടികൾക്കും ഇങ്ങനെ ഒരു വക്കീല് ഈ ലോകത്ത് നമുക്കിവിടെ വേണ്ട. അയാളെ ശരിക്ക് കത്തിച്ച് കരിച്ച് അങ്ങട് ചാമ്പലാക്കി അങ്ങട് കളയണം. അയാളെ ഒരു പൊടി പോലും ഇവിടെ അവശേഷിക്കരുത്, ഉണ്ടാവരുത്. പുഴു തിന്ന ആ പുഴുകൂടെ ഇറങ്ങും. അതുകൊണ്ട് അയാളെ കത്തിച്ച് കളയണം. എന്നുവെച്ചാൽ ഒരുപാട് അമ്മമാരും മക്കളും പെണ്ണുങ്ങളും ഞാനും കോടതി വരാന്തെ കിടന്ന് കരഞ്ഞിറങ്ങിപ്പോന്ന ഈ 9 കൊല്ലമായിട്ട് എൻ്റെ കൊച്ചിനെ കൊന്നിട്ട് ഇന്നു വരെ അവനെ കൊല്ലുവോ അവനെ തീറ്റി പോറ്റി. ഈ പണ്ട് അവനെ ചെന്ന് കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ കണ്ടത്തിൽ ഉഴുവാൻ നടക്കുന്ന ഒരു ഒറ്റത്തോർത്ത് കൊടുത്ത് ചെളി പിടിച്ചിരിക്കണേ. അങ്ങനെ ഒരുത്തനെ കണ്ടവൻ ഇന്നവൻ സുമുഖനായിട്ടാണ് സെൻട്രയിൽ ഇരിക്കണേ. എന്നുവെച്ചാൽ നല്ല ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ഒക്കെ തള്ളിക്കയറ്റി കൊടുക്കല്ലേ. ഏതൊക്കെ പെണ്ണുങ്ങളെ ഇനി കൊല്ലാനിറക്കാനാണ്. അപ്പം അതുകൊണ്ട് ഈ ആളൂരാനാണ് ഇവനെ രക്ഷിക്കപ്പം നിൽക്കണേ. അയാൾ ചത്തത് നന്നായി എന്നാണ് ഞാൻ പറയണേ. അയാൾ ഇപ്പം അമീർ ഇസ്ലാമിനോട് ചോദിച്ചപ്പോൾ 1 രൂപ എടുക്കാൻ നിവൃത്തിയില്ലാത്ത അമീർ ഇസ്ലാമിനോട് ചോദിച്ചേക്കണതാണ് 14 ലക്ഷം രൂപ കൊടുക്കാനാണ്. അതൊരു ന്യൂസുകാർ വന്ന് എന്നോട് പറഞ്ഞ ചേച്ചി ഇങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ. അമീർ ഇസ്ലാമിനോട് ആളൂരാൻ ചോദിച്ചേക്കാണ് 14 ലക്ഷം രൂപ എൻ്റെ മോളെ കൊന്നവനെ രക്ഷിക്കാൻ വേണ്ടി ഈ ആളൂരാൻ ചോദിച്ചതാണ്. അപ്പം അയാൾ ചാവണം. എനിക്ക് ഇന്നലെ ഭയങ്കര സന്തോഷമായിരുന്നു അയാൾ ചത്തു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ. ഇങ്ങനെ ഒരു ആളൂരാൻ ഇന്ന് നാളെ നമ്മുടെ ലോകത്തുണ്ടാവരുത്. അവനെ കത്തിച്ച് അങ്ങോട്ട് കരിച്ചു കളഞ്ഞു. ആളൂരിനെ പോലൊരു വക്കീലിനെ ഇപ്പൊ വക്കീല് പഠിക്കുന്ന അല്ലെങ്കിൽ LLB ഒക്കെ പഠിക്കുന്ന ഒരാൾക്ക് മാതൃകയാക്കാൻ പറ്റും. LLBക്ക് പഠിക്കണ മാതൃകയാക്കാന്ന് പറഞ്ഞ ഈ കൈക്കൂലി മേടിക്കൽ ആദ്യം തന്നെ നിർത്തണം. മനസ്സിലായോ? പാവപ്പെട്ട മനുഷ്യരും ഉണ്ട്, സാധാരണക്കാരും ഉണ്ട്. എവിടെ ചെന്നാലും ഏത് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ചെന്നാലും കൈക്കൂലി മേടിക്കാത്ത കൈക്കൂലി കൊടുക്കാത്ത കാര്യങ്ങളില്ല. കളക്ടർ, ജില്ലാ കളക്ടർ, കാക്കനാട് കളക്ടറേറ്റിൽ പാവപ്പെട്ട ജനങ്ങൾ കളക്ടറെ കാണാൻ ചെന്നാൽ എപ്പോഴും കളക്ടറിന് അവിടെ മീറ്റിംഗ് തീർന്നിട്ട് നേരമില്ല കളക്ടറിന്. എൻ്റെ കൊച്ചിൻ്റെ കാര്യത്തിന് എന്നാലും കുറെ ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങളോട് കുറെ പണങ്ങൾ പിച്ചിട്ടുണ്ടെന്ന് പറയണു. ഞാൻ കണ്ടില്ല പൈസ, തൊട്ട് നോക്കിയിട്ട് പോലുമില്ല. ആളുകൾ ആ പേരും പറഞ്ഞ് ഈ അടുത്തിടെ എനിക്ക് വിശന്നിട്ട് പാടില്ലായിരുന്നു. ഞാൻ പറയാണ്, എൻ്റെ വിഷമം പറയാണ്. വിശന്നിട്ട് പാടില്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു ചേച്ചി പൈനാപ്പിൾ വെക്കുന്നുണ്ട്, മോളീന ചേച്ചിയുടെ പേര്. ഞാനും ആ ചേച്ചിയും കൂടി കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ചൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. മുസ്ലിം പള്ളിയിൽ വേറൊരു പള്ളി പോകാനാണ് നിന്ന്. അപ്പോൾ വഴി മുട്ടിപ്പോയി. അപ്പം ഞാൻ ആ കടയിലുള്ള ചേട്ടന്മാരോട് എന്താന്നാ വിശന്നിട്ട് ഈ ലോകത്ത് മനുഷ്യന് വിശന്നിട്ട് വെള്ളിയാഴ്ചയാണല്ലോ എന്നോർത്ത് ഓരോരുത്തരെങ്കിലും 10 രൂപ എന്നാലും ഓരോ ചോറ് ഞങ്ങൾക്ക് മേടിച്ച് തിന്നാന്നോർത്ത് ഞങ്ങൾ വെള്ളിയാഴ്ച മുസ്ലിം പള്ളി പോയി. ആ പള്ളി പോയിട്ട് എന്നെ ഒരുപാട് തെറിയും ചീത്തയൊക്കെ പറഞ്ഞു. സത്യത്തിൽ പറഞ്ഞാൽ ഇവർ ജനങ്ങൾ തന്ന പൈസ ഞാൻ കണ്ടിട്ടില്ല. വീണ്ടും അത് തന്നെയും പറയണേ. അന്ന് പിരിച്ച കാശ് ആരൊക്കെ കൈകാര്യം ചെയ്തോ അവരുടെ കയ്യിലാണ് ആ കാശ് ഇരിക്കുന്നത്.
അതിപ്പോഴും ആളുകൾ വിശ്വസിച്ചിട്ടില്ല. അല്ല, അന്ന് കളക്ടർ എന്താ പറഞ്ഞ, എന്നോട് പോയപ്പോൾ കളക്ടർ പറഞ്ഞു, ചേച്ചി എന്നോട് കളക്ടർ പറഞ്ഞെന്താ, ചേച്ചിക്ക് 10 കൊല്ലം കഴിഞ്ഞിട്ട് കാശ് പോരെ, ആളുകളുടെ കാശ്, ജനങ്ങളോട് പിരിച്ച കാശ്, പിന്നെ നിങ്ങളെല്ലാവരും ബാങ്കിൽ വെച്ച് കണ്ട് ഞാൻ എടുക്കാൻ പോയ കാശ്, പുലയ സംഘടനയുടെ 8,4 ലക്ഷം രൂപ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്ന ഒരു 8,4 ലക്ഷം രൂപയാണ് ഞാൻ നിങ്ങൾ കണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ 8,4 ലക്ഷം രൂപ എനിക്ക് പുലയ സംഘടന തരുമ്പോൾ ഈ ജനങ്ങളുടെ പൈസ പിരിച്ചത് എനിക്ക് തൊടേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും പണം ഇവിടെ കിടക്കുമ്പോൾ ഞാൻ വേറെ പൈസ പോയി എടുക്കേണ്ട കാര്യം എന്താ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. എന്നിട്ട് വിശന്നിട്ടാണ് ഞാൻ ഇവിടുന്ന് കോടാനി പൈസകൾ പിരിച്ചിട്ട് ഞാൻ മുസ്ലിം പള്ളി പോയി വിശന്നിട്ട് ഒരു നേരത്തെ ചോറിന് വേണ്ടി. ഈ അടുത്ത ദിവസം നടന്ന സംഭവം. അവൾക്ക് എന്നിട്ട് ഒരാൾ അകത്ത് കയറിയിട്ട് പറയണം അവൾക്ക് ഒരുപാട് കാശ് കിട്ടി. ഇതാണ്. പക്ഷെ ആളുകളെ ഇവിടെ കവിളിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുക. അമ്മ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ജീവിതം മോളില്ലാത്ത ജീവിതം. എൻ്റെ ഏറ്റവും വലിയ സ്വത്തായിരുന്നു എൻ്റെ മോള്. എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു അവയം മുറിച്ചെടുത്തതുപോലെയാണ് എൻ്റെ മോള് എനിക്ക് നഷ്ടപ്പെട്ടത്. പിന്നെ എല്ലാ ജനങ്ങളും അറിയണം ഞാൻ ജിഷമോളുടെ അമ്മയാന്നുള്ളത്. എൻ്റെ മോളെ കൊന്നിട്ട് ഇതുവരെ ഇപ്പൊ വർഷം 9ലേക്ക് കടന്നു. ഈ വർഷം വന്നപ്പോ ഇതുവരെ എൻ്റെ മോളെ കൊന്നിട്ട് ഇതുവരെ ഈ കേസിന് ഒരു അനക്കമില്ല. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമം കയ്യിലെടുക്കുന്നവര് അത് ശരിയായ രീതിയിൽ നിയമം കയ്യിലെടുത്തിട്ടില്ല. നമുക്ക് സ്വാധീനമില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. നമുക്ക് സ്വാധീനം എന്ന് പറഞ്ഞാൽ ഞങ്ങള് 2 കാസ്റ്റാ. കാര്യം ഹിന്ദു ആണെങ്കിലും കുട്ടികളുടെ അച്ഛനും പുലയ സമുദായം, ഞങ്ങള് ഈഴവരാണ്. എനിക്ക് ഗവൺമെന്റിൽ നിന്ന് യാതൊരു ആനുകൂല്യം കിട്ടുന്ന ആളല്ല. അന്ന് മോൾക്കാണ് കൊടുത്തത് സർക്കാർ 3 പ്രാവശ്യം. മോള് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വീടിന് അപേക്ഷിച്ചത്. അന്നാണ് ആ സ്ഥലം കൊടുത്തതും 3 ഗഡുവ കാശ് കൊടുത്തതും. അല്ലാതെ ഈ പറയുന്ന രീതിയിൽ സർക്കാരൊന്നും ഒരുപാട് പൈസയൊന്നും ഞങ്ങളുടെ കയ്യിൽ തന്നിട്ടില്ല. ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ആ ഒരു പോസ്റ്റ് ആ പുള്ളി മരിക്കണം. ആ പുള്ളി മരിച്ചില്ലെങ്കിൽ ഈ ലോകം മുഴുവനും നശിപ്പിക്കും. ഒരുപാട് പെണ്ണുങ്ങളെ, സ്ത്രീകളെ, ആളുകളെയും കുടുംബങ്ങളെ ഒക്കെ നശിപ്പിച്ച് നാറാണക്കല്ല് ഉറപ്പിക്കും. എന്നുവെച്ചാൽ അയാൾക്ക് പണത്തിന്റെ ആർത്തി മാറണില്ല. അയാൾക്ക് പണം. ഇപ്പൊ എൻ്റെ കൊച്ചിനെ കൊന്നിട്ട് ഈ ആദ്യമേ ആള് അമീർ ഇസ്ലാമിന് കേസ് വാദിക്കാൻ വന്ന ആളാണ്. ഇപ്പൊ ഈ അടുത്തിടെ പറഞ്ഞു കേട്ടു, നമ്മുടെ ഈ അടുത്ത കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു ന്യൂസ് വന്നു, എൻ്റെ മോളെ കൊന്നവനെ എത്രയും വേഗം തൂക്കി കൊല്ലാന്നും പറഞ്ഞുകൊണ്ട്. അന്ന് ഇതുപോലെ കുറെ ചാനലുകാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, മീഡിയ വണ്ണാനൊക്കെ. അപ്പം എൻ്റെ മോളെ എത്രയും വേഗം കൊന്നവരെ എത്രയും വേഗം തൂക്കി കൊല്ലുമെന്ന് പറഞ്ഞിട്ട് പിന്നെ വലിയ താമസിക്കാതെ തന്നെ വീണ്ടും ഒരു മൊഴി വന്നു, പത്രത്തിലൊക്കെ ന്യൂസ് വന്നു, എൻ്റെ മോളെ കൊന്നവനെ തൂക്കയറ് മാറ്റിയെന്നും പറഞ്ഞു. ഇവരെന്താലോചിച്ചുകൊണ്ട് ഈ തൂക്ക് കൊല്ലാൻ വിധിക്കും, പിന്നെ അത് കഴിഞ്ഞ് തൂക്കയറ് ഊരും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇവിടെ തൂക്കി കൊല്ലാനല്ല അവിടെ സംഭവം നടക്കണേ. ഇപ്പം അവൻ ശരിക്കും ജീവപര്യന്തത്തിന് തുല്യമായിട്ട് അവൻ ജീവിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അപ്പം പിന്നെ ഇത്രയും കരൂരൊന്ന് വെട്ടിക്കൊന്നവരെ കൊച്ചിനെ നാട്ടിൽ പുറത്തുള്ള ജനങ്ങൾ പറഞ്ഞു, എന്നോട് പറഞ്ഞല്ല കൊച്ചിന്. ഞാൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട് വക്കീലന്മാരോട്, അല്ല എൻ്റെ കൊച്ചിനെ എന്താ പറ്റിയേക്കണേ, എന്തൊക്കെ ചെയ്തേക്കണേ, നിങ്ങളൊന്ന് പറഞ്ഞിട്ടില്ല. കൊച്ചിൻ്റെ ബോഡി കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ചെന്നപ്പോഴാണ് കൊച്ചു മരിച്ചു എന്ന് തന്നെ ഞാൻ അറിയാം. അതുവരെ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ പോലീസുകാരും എൻ്റെ വാർഡ് മെമ്പറും പിടിച്ച് ആശുപത്രി കൊണ്ടുവന്ന് എന്നെ അഡ്മിറ്റാക്കിയതാണ്. എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് വീടിനകത്ത് കയറാൻ പാടില്ലായിരുന്നു. വീടിൻ്റെ പുറത്തു നിന്ന് അകത്തു നിന്നും കുറ്റിയിട്ടിരിക്കുകയായിരുന്നു. ഞാൻ മുറ്റത്ത് തന്നെയായിരുന്നു. അപ്പം ഇത്രയും രീതിയിൽ നന്നായിട്ട് പഠിച്ച് പാവപ്പെട്ടവൻ്റെ വീട്ടിലെ കുട്ടികളും ആളുകൾക്കും ഇവിടെ മനസമാധാനമായിട്ട് ജീവിക്കണ്ടെന്നാണോ? ജീവിക്കണ്ടേ അവർക്ക്? അവരുടെ കുഞ്ഞുങ്ങളൊക്കെ, പാവപ്പെട്ടവൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥകളൊക്കെ ആയ ഇവർക്ക് എന്താ കുഴപ്പം? ഈ പാവപ്പെട്ടവൻ്റെ വീട്ടിലെ പിള്ളേരൊക്കെ പഠിക്കണേന് ഇവർക്ക് എന്താ കുഴപ്പം?